ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ഞങ്ങൾ ശാസ്ത്ര സത്യം പറയാൻ ഒരു അത്ഭുതകരമായ കഥ പറയുന്നുണ്ട്. ലോകം നടത്തി പിടിച്ച ചക്രവർത്തിയാണ് സുലൈമാൻ നബി. നാല് ചക്രവർത്തിമാരാണ് ലോകം അടക്കി ഭരിച്ചിട്ടുള്ളത്. അതിലൊരാളാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ശാസ്ത്രം കേട്ട് വിഷമിക്കേണ്ട, ഒരു കഥ കേട്ട് പെണ്ണുങ്ങളൊന്നും ഉഷാറായിക്കോട്ടെ. അപ്പൊ അതിന്റെ കൂടെ ഒരു ശാസ്ത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം. 3 എണ്ണം ശ്രദ്ധിച്ച് കേൾക്കണം. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. 4 പേര് അടക്കി ഭരിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രവാചകനാണ്. ഇന്ന് നിങ്ങൾ ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സുലൈമാൻ നബി കേരളവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ആളാണ്. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് നബിയുല്ലാഹി സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേരളത്തിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് ഇന്ത്യയും അന്ന് സുലൈമാൻ നബിയുടെ വീടിലാണ് ലോകമടക്കി ഭരിച്ചു. കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ്. നിലമ്പൂരിൽ നിന്ന് തേക്ക് കൊണ്ടുപോയ ആളാണ് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ സുലൈമാൻ നബിക്ക് 2 തുറമുഖം ഉണ്ടായിരുന്നു. ഒന്ന് ബാഫാർ, ആ ബാഫാറാണ് ഇപ്പോഴത്തെ ബേപ്പൂർ. രണ്ടാമത്തേത് കറാച്ചിയിലാണ്. അന്ന് കറാച്ചി ഇന്ത്യയുടെ ഭാഗമാണ്. പഠിക്ക് നന്നായിട്ട്, ചരിത്രമാണിത്, വാക്കവി വെറുതെ പറയുന്നതല്ല. ആദം നബിയുടെ 2 മക്കൾ തമ്മിൽ കാബീൽ ഹാബീലിനെ കൊന്നു. ആ സംഭവം നടന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ പറയുന്ന സംഭവം ചരിത്രം വെറുതെയല്ല, അതിന്റെ കഥ. കാബീൽ ഹാബീലിനെ കൊന്നല്ലോ, അറിയില്ലേ? ആദം നബിയുടെ 2 മക്കൾ. ആ കൊല നടന്നത് എവിടെ വെച്ചാ? തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് വെച്ച്. അത്ഭുതം ഉണ്ടോ? കാരണം ആദം നബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ? ആദം നബി ജീവിച്ചത് ഇന്ത്യയിലല്ലേ? സ്വർഗത്തിൽ അല്ലാഹു ആദം നബിയെ പുറത്താക്കി. ആദം നബി എവിടെ വന്നു? സിലോണിൽ വന്നു. ഹവ്വാ ബീവി എവിടെ പോയി? എവിടെ? ജിദ്ദയല്ല, ജിദ്ദ മലയാളിയാക്കിയതാണ്. ജദ്ദ, അറബികൾ ജദ്ദ എന്ന് പറയുക, വെല്ലുമാട നാട്. ആദം നബി ഇന്ത്യയിൽ വന്നു, ഹവ്വാ ബീവി ജദ്ദയിൽ വന്നു. കൂടെ ഒരു മഹാനവറുകളെ പുറത്താക്കി. ആരെ? ഇബ്ലീസ്. ഇബ്ലീസ് എവിടെ ഇറങ്ങി? ഇബ്ലീസ് കൂടെ ഇറങ്ങി. ഇബ്ലീസ് എവിടെ ഇറങ്ങി? ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ വന്ന് 300 വർഷം ആദം നബി അല്ലാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞു. അല്ലാഹുവേ, റബ്ബനാ വലന്നാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, റബ്ബനാ വലന്നാ അൻഫുസനാ, ഞങ്ങൾ തെറ്റുകൾ ചെയ്തു. അല്ലാഹുവേ, വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. അല്ലാഹുവേ, 100 വർഷം ആദം നബി നിന്ന് കരഞ്ഞു. 100 വർഷം ആദം നബി ഇരുന്ന് കരഞ്ഞു. 100 വർഷം ആദം നബി കിടന്ന് കരഞ്ഞു. 300 വർഷം ആദം നബി കരഞ്ഞപ്പോ ആദം നബിയുടെ കണ്ണുനീരിൽ നിന്ന് 3 വൃക്ഷങ്ങൾ പൊട്ടി വളച്ചു വന്നു. 1 ഊത് മരം, 2 സന്തരു ചന്ദനം, 3 ഇഞ്ചി. ഈ 3 ചെടികൾ ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്നാണ് പൊട്ടി മുളച്ചത്. ലോകത്തിലെ ഏറ്റവും നല്ല ഊത് കിട്ടുന്നത് ആദം നബി 300 വർഷം കരഞ്ഞു. കണ്ണുനീര് വീണ സ്ഥലത്ത് 3 സസ്യങ്ങൾ പൊട്ടിമുളച്ചു വന്നു. ആദം നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് 1 ഊത്. ലോകത്തിലെ ഏറ്റവും വലിയ ഊത് നല്ല ഊത് കിട്ടുന്നത് ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും നല്ല 2 ചന്ദനം, ഏറ്റവും നല്ല ചന്ദനം ഇന്ത്യയിലേത്. ലോകത്തിലെ ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിലേത്. അപ്പൊ ആദം നബി കരഞ്ഞത് സമ്മതിച്ചല്ലോ. അപ്പൊ ആദം നബി കരഞ്ഞത് ഇന്ത്യയിൽ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സൂറത്തുൽ നംലിൽ അതുകൊണ്ട് ഖുർആന്റെ ചരിത്രങ്ങൾ മുഴുവൻ വെറുതെ ചരിത്രങ്ങളല്ല, അത് നടന്ന സ്ഥലങ്ങൾ പോലും ഭൂപടത്തിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഈ ചരിത്ര സംഭവങ്ങൾ പറയുമ്പോൾ അത് നടന്ന ചരിത്ര പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ ഒരേ ഒരു വേദഗ്രന്ഥമേ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.